ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ വെച്ച പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റുള്ള മീൻ വെച്ച പത്തിരി എങ്ങനെ ഉണ്ടാക്കാൻ വെച്ചാൽ അങ്ങനെ നമ്മളെ മീൻ വെച്ച പത്തിരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ. അങ്ങനെ അയില വെച്ചിട്ടാണ് മീൻ വെച്ച പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ അയില നല്ലോണം മുറിച്ച് നല്ല വൃത്തിയാക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് പാകത്തിനുള്ള ഉപ്പും കറിവേപ്പിലയെല്ലാം കൂട്ടിയിട്ട് നല്ലോണം മസാല പെരക്കിയിട്ട് വെക്കാം. അങ്ങനെ നമ്മളെ ചീനച്ചട്ടി ചൂടാക്കി കഴിഞ്ഞാൽ നമ്മളെ മീൻ പൊരിച്ചിട്ടെടുക്കാം. അങ്ങനെ നമ്മളെ തേങ്ങ വേണം, തേങ്ങ മസാല ആക്കാം. തേങ്ങയിൽ പെരുംജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ് എന്നിവ ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് ഒതുക്കിയിട്ടെടുക്കാം. അങ്ങനെ ഒതുക്കി വെച്ച് നമുക്ക് പിന്നെ വേണ്ടുന്ന ഒരു ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ്. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് പിന്നെ നമ്മളെ ഒരു ഉള്ളി നേർങ്ങനെ മുറിച്ചിട്ട് അത് നല്ലോണം വാട്ടിയിട്ടെടുക്കാം. കുറച്ച് ഉപ്പിട്ട് നല്ലോണം വാടിയതിന് ശേഷം നമുക്ക് എന്തെടുക്കാം, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഇടാം. ഞാൻ പുഴുങ്ങലരി ഇന്നലെ നമ്മൾ രാത്രി പുതിർത്തി വെച്ചതാണ് ചൂടുവെള്ളത്തിൽ. അത് പുതിർത്തിയ അരി നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരച്ചിട്ട് വെച്ച അരി അത്. അങ്ങനെ ഉള്ളിയും തക്കാളി പച്ചമുളകെല്ലാം വാടിയതിന് ശേഷം നമ്മൾ തേങ്ങ ഒതുക്കി വെച്ചത് അതിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒരു 5 മിനിറ്റ് ഇതായി വരുന്നവരെ നമുക്ക് ആക്കി റെഡിയായിക്കാം. അങ്ങനെ നമ്മളെ മസാല റെഡിയായി വന്നു, മീൻ വെച്ച പത്തിരിൻ്റെ മസാല റെഡിയായി വന്നു. അതിന് ശേഷം നമ്മളെ മീൻ എല്ലാം ഒന്നരിടാം. അങ്ങനെ മീനെല്ലാം ഇട്ട് വെച്ച് ഞാനൊന്ന് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് നമ്മളെ മീൻ വെച്ച പത്തിരിൻ്റെ ഇത് ആക്കണം. അങ്ങനെ നമ്മളെ ഇലയെല്ലാം പറിച്ച് ഇലയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് പിന്നെ അരി ഞങ്ങളോട് ആണെങ്കിൽ ഗ്രൈൻഡറിൽ നിന്ന് അരച്ചിട്ട് വെച്ചിട്ടുള്ള അരിയായത്. ചൂടുവെള്ളത്തിൽ പുതിർത്തി വെച്ച് ഗ്രൈൻഡറിൽ നിന്ന് അരച്ചിട്ട് വെച്ച അരി. നമുക്ക് ഏതരിയും നൂൽപുട്ടിൻ്റെ അരിയോ. അങ്ങനെ ഞാൻ മീനെല്ലാം ഒരു ഇലയിലിട്ടിട്ട് പരത്തി വെച്ചിട്ട് നമ്മളെ പത്തിരി നല്ലോണം നേർന്ന് നമ്മളെ കൈ കൊണ്ട് പരത്തിയിട്ടെടുക്കണം. അങ്ങനെ മസാലയിൽ ഒരു കഷ്ണം മീനിട്ടിട്ട് നമ്മൾ നല്ലോണം ഇളക്കി വയ്ക്കുന്ന മസാലയിൽ നല്ല മീനിൻ്റെ ചുവനാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അടിപൊളി ടേസ്റ്റുള്ള എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് അത്രയ്ക്ക് ടേസ്റ്റുള്ള പത്തിരിയായത്. അങ്ങനെ നമ്മൾ പത്തിലെല്ലാം പരത്തി തന്നെ വെച്ച ശേഷം നമ്മൾ മസാല ഇടുന്നതാണ്. നമ്മൾ മസാല നല്ലോണം പരത്തി വെച്ചതിൻ്റെ ഇലയിൽ ഇങ്ങനെ പുരട്ടി വെക്കാം. 2 ഇത് വെക്കുക. അങ്ങനെ അതിൽ നമ്മൾ മുറിച്ച് നമ്മളെ പത്തിനെ ഇങ്ങനെ എല്ലാടിയും വെക്കാം. അടിപൊളി ടേസ്റ്റുള്ള പത്തില ഇത് നോമ്പിനും ഉണ്ടാക്കും, എല്ലാണ്ടും ഉണ്ടാക്കും, രാവിലത്തെ നാസ്തക്കും ഉണ്ടാക്കും, രാത്രിയത്തെ നാസ്തക്കും ഉണ്ടാക്കും. എപ്പം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് മീനെല്ലാം കിട്ടി ഏത് മീനിട്ടിട്ടും വെക്കാം. അയക്കൂറ ഇടുക, ആകോലിടുക. അങ്ങനെ നമ്മൾ മീനെല്ലാം വെച്ച് മറ്റേ മാവ് എടുത്തിട്ട് ഇതിൻ്റെ വില നമ്മൾ പൊത്താൻ പോകുന്നു. അങ്ങനെ അത് നല്ലോണം അമർത്തിയിട്ട് വെച്ച് നമുക്ക് ആവി ചെമ്പിയിൽ വേവിച്ചിട്ട് എടുക്കണം. ഒരു അരമണിക്കൂർ നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാകാൻ. അങ്ങനെ അരമണിക്കൂർ അങ്ങനെ നമ്മൾ വെള്ളമെല്ലാം നല്ലോണം ചൂടായി പതച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഈ പുഴുങ്ങപ്പത്തിരി, മീൻ വെച്ച പത്തിരി എന്നും പറയും, പുഴുങ്ങപ്പത്തിരി എന്നും പറയും. അങ്ങനെ അരമണിക്കൂർ വരെ നമുക്ക് വേവിച്ചിട്ട് അങ്ങനെ നമ്മൾ അരമണിക്കൂറിൻ്റെ ശേഷം നമ്മളെ പത്തിരി അടിപൊളി ടേസ്റ്റുള്ള മീൻ വെച്ച പത്തിരി റെഡിയായി വന്നു. നോമ്പായതുകൊണ്ട് നമുക്ക് അങ്ങനെ മുറിച്ചിട്ടെടുക്കാൻ പറ്റില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ കാണുന്ന എല്ലാവരും